Hello everyone, welcome to Daffodil Learning. നമ്മൾ ഇന്ന് ആക്ച്വലി ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ് ബയോളജി NCERT റീഡിംഗ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നീറ്റിനെ സംബന്ധിച്ചിടത്തോളം NCERT വായിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈൻ ബൈ ലൈൻ NCERT വരെ നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. സോ NCERT നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വായിക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് ആ ഒരു NCERT റീഡിംഗ് പ്രോസസ്സ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ NCERT കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് NCERTയിൽ ഓരോ ലൈനും വായിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. സോ നമുക്ക് ഇന്നത്തെ ഈ ഒരു കുഞ്ഞു സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ്. അപ്പോൾ ആ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ദ ലിവിങ് വേൾഡ്. ആ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടായിരിക്കും നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത്. സോ ലിവിങ് വേൾഡ് ആണ് നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ. നമ്മുടെ ആ യൂണിറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ തൊട്ട് തന്നെ നമുക്കങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. കാര്യം NCERT റീഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഫുള്ളായിട്ട് വായിക്കണമല്ലോ നമ്മൾ. അപ്പം നമുക്കറിയില്ല എവിടെന്നെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ വരുമോ എന്ന് പറയാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഒരു യൂണിറ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ് എന്ന യൂണിറ്റിനെ കുറിച്ചുള്ള ഒരു കുഞ്ഞു ഇൻട്രൊഡക്ഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് ഇതൊന്ന് വായിച്ചു പോവാം. പിന്നീട് നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ലൈൻ ബൈ ലൈൻ നോക്കാം. പക്ഷേ ഇത് നമുക്ക് ജസ്റ്റ് നമുക്ക് ആ ഒരു ചാപ്റ്റർ ഒരു യൂണിറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഇൻട്രൊഡക്ഷനാണിത്. ബയോളജി ഈസ് ദ സയൻസ് ഓഫ് ലൈഫ് ഫോംസ് ആൻഡ് ലിവിങ് പ്രോസസ്സസ്. നമുക്കറിയാം ദ ലിവിങ് വേൾഡ് കംപ്രൈസസ് an amazing diversity of living organisms. Early man could easily perceive the difference between inanimate matter and living organisms. Early man defied some of the inanimate matter, that is wind, sea, fire, etc., and some among the animals and plants. A common feature of all such forms of inanimate and animate objects was a sense of awe or fear that they evoked. The description of living organisms, including human beings, began much later in human history. Societies which indulged in anthropocentric view of biology could register limited progress in biological knowledge. Systematic and monumental description of life forms brought in, out of necessity, detailed systems of identification, nomenclature and classification. നമുക്കറിയാം ടാക്സോണമിയുടെ തന്നെ ഒരു 3 പാർട്സ് ആണല്ലേ, ഐഡൻറ്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ. The biggest spin of such studies was the recognition of the sharing of similarities among living organisms, both horizontally and vertically. That all present day living organisms are related to each other and also to all organisms that ever lived on this earth was a revelation which humble man led to cultural movements for conservation of biodiversity. In the following chapters of this unit, you will get a description including classification of animals, plants from a taxonomist perspective. Okay, so just ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഇത്. നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പം നമ്മുടെ NCERTയുടെ ഒരു പ്രത്യേകതയാണ് എല്ലാ യൂണിറ്റുകളിലും ഏതെങ്കിലും ഒരു സയൻറ്റിസ്റ്റിനെ NCERT നമുക്ക് പരിചയപ്പെടുത്താറുണ്ട്. സോ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ് എന്ന യൂണിറ്റിൽ നമുക്ക് NCERT പരിചയപ്പെടുത്തുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. ഇറ്റ് ഈസ് ഏൺസ്റ്റ് മേയർ. ഏൺസ്റ്റ് മേയറിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു പ്രൊഫൈല് തന്നെ നമുക്കിവിടെ തന്നിട്ടുണ്ട് നമ്മുടെ യൂണിറ്റിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട്. സോ ഏൺസ്റ്റ് മേയറിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. ഇതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ അങ്ങനൊന്നും ഉണ്ടാവും തോന്നില്ല. പക്ഷെ നമുക്ക് ജസ്റ്റ് NCERTയുടെ ഇതെല്ലാം പാർട്ടായതുകൊണ്ട് തന്നെ നമുക്കൊന്ന് വായിക്കാം. So Ernst Mayr was born on 5th July 1904 in Kempten, Germany. Ernst Mayr, the Harvard University evolutionary biologist. Okay, അദ്ദേഹം ഒരു evolutionary biologist ആയിരുന്നു, who has been called the Darwin of the 20th century. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് the Darwin of the 20th century എന്നായിരുന്നു. And he was one of the 100 greatest scientists of all time. Mayr joined Harvard's Faculty of Arts and Sciences in 1953 and retired in 1975, assuming the title Alexander Agassiz Professor of Zoology Emeritus. Throughout his nearly 8-year career, his research spanned ornithology, taxonomy, zoogeography, evolution, systematics, and the history and philosophy of biology. He almost single-handedly made the origin of species diversity the central question of evolutionary biology that it is today.
He also pioneered the currently accepted definition of a biological species. Mayer was awarded the 3 prizes widely regarded as the Triple Crown of Biology. The Balson Prize in 1983, the International Prize for Biology in 1994, and the Crawford Prize in 1999. Mayer died at the age of 100 in the year 2004. സോ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ ജസ്റ്റ് നമുക്കൊരു ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് NCERT നമ്മുടെ സെക്കൻഡ് പേജിൻ്റെ നമ്മുടെ യൂണിറ്റിൻ്റെ സെക്കൻഡ് പേജിൽ കൊടുത്തിട്ടുണ്ട്. സോ അത്രയേ ഉള്ളൂ ആ ഒരു പേജ്. ഇനിയാണ് ആക്ച്വലി നമ്മൾ നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കുന്നത്, ദ ലിവിങ് വേൾഡ്. ഓക്കെ, സോ നമുക്ക് ചാപ്റ്ററിലെ ഓരോ സെൻറ്റൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഇത് ഇനി വരുന്നതെന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. അപ്പം എല്ലാ യൂണിറ്റിനും ചാപ്റ്ററിനും ഒക്കെ ഒരു കുഞ്ഞു കുഞ്ഞു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. പക്ഷേ ആ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിക്കണം. ഏതെങ്കിലും ഒരു സെൻറ്റൻസ് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യനായി വന്നാലോ, അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് അതൊന്ന് നോക്കാം. സോ ദ ലിവിങ് വേൾഡ്, നമ്മൾ ഇന്ന് ആക്ച്വലി നോക്കാൻ പോകുന്നത് നമ്മുടെ ലിവിങ് വേൾഡിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള വാട്ട് ഈസ് ലിവിങ് എന്നുള്ള ആ ഒരു പോർഷനാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ പുതിയ NCERT അപ്ഡേറ്റഡ് NCERTയിൽ ഈ ഒരു പോർഷൻ ഡിലീറ്റഡ് ആണ്. പക്ഷേ നമ്മുടെ നീറ്റിൻ്റെ സിലബസിൽ നമുക്കിത് ഡിലീറ്റഡ് ആണോ എന്ന് ഇതുവരെ ഒരു കൺഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും അത് പഠിച്ചേ പറ്റുള്ളൂ. സോ നമുക്ക് ജസ്റ്റ് ആ ഇൻട്രൊഡക്ഷൻ തൊട്ട് തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. How wonderful is the living world. The wide range of living types is amazing. The extraordinary habitats in which we find living organisms, be it cold mountains, deciduous forest, oceans, freshwater lakes, deserts or hot springs, leave us speechless. The beauty of a galloping horse, of the migrating birds, the valley of flowers or the attacking shark evokes awe and a deep sense of wonder. The ecological conflict and cooperation among members of a population and among populations of a community or even the molecular traffic inside a cell make us deeply reflect on what indeed is life. The question has 2 implicit questions within it. The first is a technical one and seeks answer to what living is as opposed to the non-living. And the second is a philosophical one. One seeks answer to what the purpose of life is. As scientists, we shall not attempt answering the second question. We will try to reflect on what is living. So, what is living എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ലിവിങ്. സോ നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. When we try to define living, we conventionally look for distinctive characteristics exhibited by living organisms. So, what is living? അല്ലെങ്കിൽ ലിവിങ് എന്നതിനൊരു ഡെഫിനേഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ നോക്കുമ്പം നമ്മളെപ്പോഴും നോക്കുന്ന എന്താണ്, ലിവിങ് ഓർഗാനിസംസ് എക്സിബിറ്റ് ചെയ്യുന്ന ഡിസ്റ്റിങ്ക്റ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സാണ്. സോ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇറ്റ് ഈസ് ഒന്നാമത്തെയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. സോ ഗ്രോത്ത്, then reproduction, then ability to sense environment and mount a suitable response come to our mind immediately as unique features of living organisms. So ഇതെല്ലാം എന്താണ്, ലിവിങ് ഓർഗാനിസംസിൻ്റെ യുണീക്ക് ഫീച്ചേഴ്സ് ആണ്. ഗ്രോത്ത് നടക്കുക, അതുപോലെ റീപ്രൊഡക്ഷൻ, then ability to sense environment and mount a suitable response according to them. Okay. One can add a few more features like metabolism, ability to self-replicate, self-organize, interact and emergence to this list. അപ്പം മറ്റ് ചില ഫീച്ചേഴ്സ് ആണ് നമ്മുടെ മെറ്റബോളിസം, എബിലിറ്റി ടു സെൽഫ് റെപ്ലിക്കേറ്റ്, സെൽഫ് ഓർഗനൈസ്, ഇൻറ്ററാക്ട്, എമർജൻസ്. ഇതൊക്കെ തന്നെ ലിവിങ് ഓർഗാനിസംസിൻ്റെ ഡിസ്റ്റിങ്ക്റ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സാണ്. ഓക്കെ, all living organisms grow. Increase in mass and increase in number of individuals are twin characteristics of growth. അപ്പം നമുക്കറിയാം എല്ലാ ലിവിങ് ഓർഗാനിസംസും ഗ്രോ ചെയ്യാറുണ്ട്. ഗ്രോത്തിൻ്റെ ട്വിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻക്രീസ് ഇൻ മാസ് ആൻഡ് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്. സോ ഇൻക്രീസ് ഇൻ മാസ് ആൻഡ് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്, ദീസ് ആർ ദ ട്വിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത്. ഓക്കെ, A multicellular organism grows by cell division. Okay, ഒരു multicellular organism cell division വഴി ഗ്രോ ചെയ്യാറുണ്ട്. ഇനി പ്ലാന്റ്സിലാണെങ്കിൽ in plants this growth by cell division occurs continuously throughout the lifespan. അവരുടെ ലൈഫ് സ്പാനിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സെൽ ഡിവിഷൻ അല്ലെങ്കിൽ അവരുടെ സെൽ ഗ്രോത്ത് നടക്കുന്ന ആക്ച്വലി സെൽ ഡിവിഷൻ വഴിയാണ്, സെൽ ഡിവൈഡ് ചെയ്യുന്ന വഴിയാണ് ഗ്രോത്ത് നടക്കുന്നത്. സോ ആ ഒരു സെൽ ഡിവിഷൻ അല്ലെങ്കിൽ ആ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് അവരുടെ ത്രൂ ഔട്ട് ദ ലൈഫ് ഉണ്ടാവും.
അതായത് അൺലിമിറ്റഡ് ഗ്രോത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, അത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് അവർക്കുള്ളത് കൊണ്ടാണ് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഗ്രോത്ത് കാണിക്കുന്നത്. സോ ത്രൂ ഔട്ട് ദ ലൈഫ് സ്പാൻ അവർക്ക് ഗ്രോത്ത് ബൈ സെൽ ഡിവിഷൻ ഉണ്ടാവും. But in animals, this growth is seen only up to a certain age. ഒരു certain age വരെ മാത്രമേ ആനിമൽസിൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. However, cell division occurs in certain tissues to replace losses. സെൽ ഗ്രോത്ത് ആയിട്ടില്ലെങ്കിൽ പോലും സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട് certain ടിഷ്യൂസിലൊക്കെ. ഇപ്പം നമ്മുടെ സെൽസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് റീപ്ലേസ്ഡ് ആവും. അപ്പോൾ അത് ഏത് ഏജിലും ആ ഒരു സെൽ ഡിവിഷൻ നടക്കാറുണ്ട്. സോ സെൽ ഡിവിഷൻ occurs in certain tissues to replace the lost cells. Then unicellular organisms grow by cell division. So unicellular organismsന്റെ കേസിൽ അവർ ഗ്രോ ചെയ്യുന്നത് ആക്ച്വലി സെൽ ഡിവിഷൻ വഴിയാണ്. One can easily observe this in vitro cultures by simply counting the number of cells under the microscope. In majority of higher animals and plants, growth and reproduction are mutually exclusive events. അതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. മെജോറിറ്റി ഓഫ് ദ ഹയർ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സിൽ ഗ്രോത്തും റീപ്രൊഡക്ഷനും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസാണ്. ഇവർ തമ്മിൽ പ്രത്യേകിച്ച് കണക്ഷൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഗ്രോത്ത് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ റീപ്രൊഡക്ഷനും ഉണ്ട്. അത് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈവൻറ്റ്സ് ആണ്. നമ്മുടെ യൂണിസെല്ലുലാർ ഓർഗാനിസംസിലെ പോലെ ഇത് രണ്ടും ഒരുമിച്ചുള്ളതല്ല. ഓക്കെ, one must remember that increase in body mass is considered as growth. അപ്പം increase in body mass ആക്ച്വലി എന്താണ്, ഗ്രോത്ത് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇൻക്രീസ് ഇൻ ബോഡി മാസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രോത്ത് തന്നെയാണത്. നോൺ ലിവിങ് ഒബ്ജക്ട്സ് ഓൾസോ ഗ്രോ ഇഫ് വി ടേക്ക് ഇൻക്രീസ് ഇൻ ബോഡി മാസ് ആസ് എ ക്രൈറ്റീരിയൻ ഫോർ ഗ്രോത്ത്. അപ്പം ഗ്രോത്തിൻ്റെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് ഇൻക്രീസ് ഇൻ ബോഡി മാസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് നോൺ ലിവിങ് ഒബ്ജക്ട്സും ഗ്രോ ചെയ്യുന്നു എന്ന് പറയേണ്ടി വരും. കാര്യം നോൺ ലിവിങ് ഒബ്ജക്ട്സും ഗ്രോ ചെയ്യാറുണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് നമ്മുടെ മൗണ്ടൻസ്, അതുപോലെ ബൗൾഡേഴ്സ്, വലിയ റോക്സ്, അതുപോലെ സാൻഡ് മൗണ്ട്സ്. ഇതൊക്കെ എന്ന് പറയുന്നത് ഗ്രോ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? അവരുടെ സൈസ് അല്ലെങ്കിൽ അവരുടെ മാസ് കൂടുന്നുണ്ട്. However, this kind of growth is exhibited by non-living objects is by accumulation of material on the surface. അവരുടെ സർഫസിലേക്ക് മെറ്റീരിയൽസ് വന്ന് അക്യുമുലേറ്റഡ് ആവുന്നു. അപ്പം പലയിടത്തു നിന്നാവാം അവരുടെ സർഫസിൽ വന്ന് മെറ്റീരിയൽസ് അക്യുമുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, അവരുടെ മാസ് ഇൻക്രീസ് ചെയ്യുന്നു. അതൊരു ഗ്രോത്ത് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സോ നോൺ ലിവിങ് തിങ്സ് ഓൾസോ ഗ്രോ. പക്ഷേ അവരുടെ ഗ്രോത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഗ്രോത്ത് ഇസ് ഫ്രം ഔട്ട്സൈഡ് ഗ്രോത്തിനെ നമുക്ക് ആക്ച്വലി എക്സ്ട്രിൻസിക് ഗ്രോത്ത് എന്ന് ടേം ചെയ്യാം. സോ അതൊരു ഔട്ട്സൈഡ് അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് ഗ്രോത്ത് ആയി. എന്നാൽ ലിവിങ് ഓർഗാനിസംസിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഇസ് ഫ്രം ഇൻസൈഡ്, അല്ലെങ്കിൽ നമുക്കതിനെ ഇൻട്രിൻസിക് ഗ്രോത്ത് എന്ന് പറയാം. So growth therefore cannot be taken as a defining property of living organisms. So growthനെ നമുക്ക് ഒരിക്കലും ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് പറയാൻ പറ്റില്ല. Growth therefore cannot be taken as a defining property of living organisms. എന്താണ് അതിൻ്റെ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോൺ ലിവിങ് തിങ്സ് ഓൾസോ ഗ്രോ. സോ ഒരിക്കലും നമുക്ക് ലിവിങ് തിങ്സിൻ്റെ ഒരു ഡിഫൈനിങ് ഫീച്ചറായിട്ട് ഗ്രോത്ത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അവരുടെ ഗ്രോത്ത് ഔട്ട്സൈഡ് ആണെങ്കിലും ഗ്രോത്ത് തന്നെയാണ് നടക്കുന്നത്. സോ നമുക്ക് ഡിഫൈനിങ് ഫീച്ചറായിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. കണ്ടീഷൻസ് അണ്ടർ വിച്ച് ഇറ്റ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ ഓൾ ലിവിങ് ഓർഗാനിസംസ് ഹാവ് ടു ബി എക്സ്പ്ലെയിൻഡ് ആൻഡ് ദെൻ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലിവിങ് സിസ്റ്റം. അപ്പോൾ ലിവിങ് സിസ്റ്റത്തിൻ്റെ ഡെഫിനറ്റ്ലി ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ തന്നെയാണ്, അതിനകത്ത് സംശയമില്ല. പക്ഷേ ഡിഫൈനിങ് ഫീച്ചർ എന്ന് പറയാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നോൺ ലിവിങ് തിങ്സും ഗ്രോ ചെയ്യുന്നത് കൊണ്ടാണ്. സോ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലിവിങ് സിസ്റ്റംസ് ആണ് എ ഡെഡ് ഓർഗാനിസം ഡസ് നോട്ട് ഗ്രോ. സോ അതുകൊണ്ട് തന്നെ ലിവിങ് സിസ്റ്റത്തിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ഗ്രോത്ത്, ബട്ട് ഇറ്റ് ഇസ് നോട്ട് എ ഡിഫൈനിങ് ഫീച്ചർ. സോ നമ്മൾ ലിവിങ് ഓർഗാനിസംസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്രോത്ത് എന്ന പാർട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാണ്, ഇറ്റ് ഇസ് റീപ്രൊഡക്ഷൻ. So reproduction likewise is a characteristic of living organism. Definitely reproduction എന്ന് പറയുന്നത് നമ്മുടെ ലിവിങ് ഓർഗാനിസംസിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ തന്നെയാണ്. In multicellular organisms, reproduction refers to the production of progeny. Okay, reproduction എന്താണ് റെഫർ ചെയ്യുന്നത്? പ്രൊഡക്ഷൻ ഓഫ് progeny ആണ്, which possesses features more or less similar to those of parents. Okay. Invariably and implicitly we refer to sexual reproduction. അതിനാണ് നമ്മൾ കോമൺലി നമ്മൾ സെക്ഷൽ റിപ്രൊഡക്ഷൻ എന്ന് പറയും. ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് ബൈ അസെക്ഷൽ മീൻസ് ഓൾസോ. നമുക്കറിയാം അല്ലേ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കുന്ന ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്.
Fungi multiply and spread easily due to the millions of asexual spores they produce. അപ്പം നമ്മുടെ ഫംഗൈ അതിനൊരു എക്സാമ്പിളാണ്. അസെക്ഷൽ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഓർഗാനിസമാണ്. ദേ മൾട്ടിപ്ലൈ ആൻഡ് സ്പ്രെഡ് ഈസിലി ഡ്യൂ ടു ദ മില്യൻസ് ഓഫ് അസെക്ഷൽ സ്പോർസ് അവർക്കുണ്ട്. ദേ പ്രൊഡ്യൂസ് ഇൻ ലോവർ ഓർഗാനിസംസ് ലൈക്ക് ഈസ്റ്റ് ആൻഡ് ഹൈഡ്ര. അപ്പം ഈ ഒരു റീപ്രൊഡക്ഷൻസ് ഇമ്പോർട്ടൻ്റ്. സോ അസെക്ഷൽ സ്പോർസ് വരുന്നത് ഫംഗൈ ആണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ലോവർ ഓർഗാനിസംസ്. സോ ലോവർ ഓർഗാനിസംസ് ഏതാണ്? ഈസ്റ്റ് ആൻഡ് ഹൈഡ്ര. ഈസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം യൂണിസെല്ലാർ ആയിട്ടുള്ള ഓർഗാനിസമാണ്. ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? ഒരു ഫംഗസ് ആണ്, യൂണിസെല്ലാർ ആണ്. സോ ഈസ്റ്റ് വരുന്നുണ്ട്. ദെൻ ഹൈഡ്ര എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ ആനിമൽ വിച്ച് ഇസ് കമ്മിങ് അണ്ടർ ദ ഫൈലം സീലൻട്രേറ്റ. സോ ഈ ഈസ്റ്റ്, ഹൈഡ്ര പോലുള്ള ലോവർ ഓർഗാനിസംസിൽ വരുന്ന റീപ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബഡ്ഡിങ്. ഓക്കെ, സോ ബഡ്ഡിങ്ങിലൂടെയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇനി പ്ലനേറിയയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇൻ പ്ലനേറിയ ഫ്ലാറ്റ് വർംസ്, പ്ലനേറിയയുടെ അതായത് പ്ലനേറിയ ബിലോങ്സ് ടു ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. പ്ലാറ്റിഹെൽമിന്തസിലുള്ളവരെ നമ്മൾ കോമൺലി പറയുന്നതാണല്ലോ ഫ്ലാറ്റ് വർംസ് എന്ന്. സോ പ്ലനേറിയ ദ ഫ്ലാറ്റ് വർംസ് വി ഒബ്സർവ് ട്രൂ റീജനറേഷൻ. സോ പ്ലനേറിയ എന്ന് പറയുന്നത് ഹൈ റീജനറേഷൻ കപ്പാസിറ്റി കാണിക്കുന്ന ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ്. ട്രൂ റീജനറേഷൻ ആണ് അവർ കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് ആനിമൽ കിങ്ഡത്തിലും പ്ലനേറിയ പഠിക്കുമ്പോൾ നമുക്ക് അവിടെ പഠിക്കുന്നുണ്ട് നമ്മൾ ട്രൂ റീജനറേഷൻ അല്ലെങ്കിൽ ഹൈ റീജനറേഷൻ കപ്പാസിറ്റി കാണിക്കുന്ന ഓർഗാനിസംസ് ആണ് പ്ലനേറിയ. സോ എന്താണ് ഈ റീജനറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ഫ്രാഗ്മെൻറ്റഡ് ഓർഗാനിസം റീജനറേറ്റ്സ് ദ ലോസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്സ് ബോഡി ആൻഡ് ബിക്കംസ് എ ന്യൂ ഓർഗാനിസം. ഓക്കെ, അത് അതിൻ്റെ ലോസ്റ്റ് പാർട്ട് റീജനറേറ്റ് ചെയ്യുന്നു, ഒരു പുതിയ ഓർഗാനിസമായിട്ട് മാറുന്നു. അതാണ് റീജനറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ. അതാണ് ട്രൂ റീജനറേഷൻ. ഓക്കെ, അപ്പോൾ പ്ലനേറിയ is an organism which is having high regeneration capacity. ഇനി നോക്കുമ്പം the fungi, the filamentous algae, protonemorphosis all easily multiply by fragmentation. ഇവരുടെ റീപ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഫ്രാഗ്മെൻറ്റേഷൻ ആണ്. ഓക്കെ, ഫംഗൈ, ഫിലമെൻറ്റസ് ആൽഗെ, പ്രോട്ടോനെമോർഫോസിസ്. 3 ഓർഗാനിസംസ് ആണ് നമുക്ക് NCERT തന്നിരിക്കുന്ന. ഫംഗൈ, ഫിലമെൻറ്റസ് ആൽഗെ ആൻഡ് പ്രോട്ടോനെമോർഫോസിസ്. They easily multiply by the method fragmentation. When it comes to unicellular organisms like bacteria, അതുപോലെ യൂണിസെല്ലാർ ആൽഗെ ഓർ അമീബ, ഇവരുടെയൊക്കെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിനോണിമസ് വിത്ത് ഗ്രോത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, ഹയർ ഓർഗാനിസംസിൽ, പ്ലാന്റ്സിലും ആനിമൽസിലും ഒക്കെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നതും അതുപോലെ ഗ്രോത്ത് എന്ന് പറയുന്നതും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ് ആണ്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ റീപ്രൊഡക്ഷൻ ഈസ് സിനോണിമസ് വിത്ത് ഗ്രോത്ത്. അതായത് റീപ്രൊഡക്ഷൻ നടക്കുന്ന ആ ഒരു സെൽ ഡിവിഷൻ വഴി തന്നെയാണ്. Here the reproduction is synonymous with growth. That is increase in number of cells. സെൽസിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യാണല്ലേ റീപ്രൊഡക്ഷൻ നടക്കുമ്പോൾ. അത് തന്നെയാണ് നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് സെൽസ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഗ്രോത്ത് റേറ്റ്. സോ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് സെൽസ് ആണ് ഇവിടെ നമ്മൾ ഗ്രോത്ത് എന്ന് പറയാൻ കാരണം. ഓക്കെ, വി ഹാവ് ഓൾറെഡി ഡിഫൈൻഡ് ഗ്രോത്ത് ആസ് ഈക്വലൻറ്റ് ടു ഇൻക്രീസ് ഇൻ സെൽ നമ്പർ ഓർ മാസ്. യെസ്, സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഗ്രോത്ത് എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ സെൽ നമ്പർ ആകാം അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ മാസ് ആകാം. സോ ഇത് രണ്ടും ഗ്രോത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് തന്നെയാണ്. സോ ഇതിലേത് വന്നാലും അത് കൈൻഡ് ഓഫ് ഗ്രോത്ത് തന്നെയാണ്. Hence, we notice that in single-celled organisms, that is unicellular organisms, we are not very clear about the usage of these two terms, that is growth and reproduction. നമുക്ക് ക്ലിയർ അങ്ങനെ പറയാൻ പറ്റില്ല. Further, there are many organisms which do not reproduce. അപ്പം റീപ്രൊഡ്യൂസ് ചെയ്യാത്ത ഓർഗാനിസംസും ഉണ്ട്. അതിന് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഒന്ന് മ്യൂൾസ് ഉണ്ട്. ഈ ഡോങ്കിയും അതുപോലെ ഹോസും അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓർഗാനിസമാണ് ഈ മ്യൂൾസ് എന്ന് പറയുന്നത്. അവർ സ്റ്റെറൈലാണ്, ദേ ആർ നോട്ട് ഏബിൾ ടു റീപ്രൊഡ്യൂസ്. സോ മ്യൂൾസ് ഉണ്ട്. ദെൻ സ്റ്റെറൈൽ ആയിട്ടുള്ള വർക്കർ ബീസ് നമുക്കറിയാം. ദെൻ ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള ഹ്യൂമൻ കപ്പിൾസ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി എല്ലാ ഓർഗാനിസംസിനും ഒരിക്കലും റീപ്രൊഡക്ഷൻ എന്ന പ്രോസസ്സ് നടത്താൻ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. സോ ദർ ആർ എക്സെപ്ഷൻസ് ഉണ്ട്. ഇപ്പം എല്ലാ ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് ചെയ്യും എന്ന് നമുക്ക് അങ്ങനെ ജനറലി പറയാൻ പറ്റില്ല. ദർ ആർ എക്സെപ്ഷൻസ്. സോ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഒരു ഓൾ ഇൻക്ലൂസീവ് ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറായിട്ട് നമുക്കൊരിക്കലും റീപ്രൊഡക്ഷനെ പറയാനായിട്ട് പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എക്സെപ്ഷൻസ് ഉള്ളതുകൊണ്ടാണ്. ഓഫ് കോഴ്സ് no non-living object is capable of reproducing or replicating by itself. Obviously നമുക്കറിയാം ഒരു നോൺ ലിവിങ് ഒബ്ജക്റ്റിനും ഒരിക്കലും തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ റെപ്ലിക്കേറ്റ് ചെയ്യാനോ പറ്റില്ല. ഓക്കെ, സോ നമ്മുടെ സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ലിവിങ് ഓർഗാനിസം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്, റീപ്രൊഡക്ഷൻ.
സോ ഇനി നമ്മൾ പോകുന്ന അനദർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലൈഫാണ് മെറ്റബോളിസം. ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ മെയ്ഡ് ഓഫ് കെമിക്കൽസ്. നമുക്കറിയാം എല്ലാ ലിവിങ് ഓർഗാനിസംസും ഉണ്ടാക്കിയിരിക്കുന്നത് കെമിക്കൽസ് കൊണ്ട് തന്നെയാണ്. These chemicals, small and big, belonging to various classes, sizes, functions. അപ്പം ഈ കെമിക്കൽസ് സ്മോൾ ആൻഡ് ബിഗ് ആവാം, ബിലോങ് ടു വേരിയസ് ക്ലാസ്സസ് ആകാം, ഡിഫറെൻറ്റ് സൈസ് ഉള്ളത്, ഫങ്ഷൻ ഉള്ളത്, പക്ഷേ ദേ ആർ കോൺസ്റ്റൻ്റ്ലി ബീങ് മെയ്ഡ് ആൻഡ് ചേഞ്ച്ഡ് ഇൻ ടു സം അതർ ബയോമോളിക്യൂൾസ്. അവരൊക്കെ തന്നെ എന്താണ് കോൺസ്റ്റൻ്റ്ലി ചില ബയോമോളിക്യൂൾസ് ആയിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ദീസ് കൺവേർഷൻ കെമിക്കൽ റിയാക്ഷൻസ് ഓർ മെറ്റബോളിക് റിയാക്ഷൻസ്. അപ്പം ഇങ്ങനെ നടക്കുന്ന ഈ ഒരു കൺവേർഷൻ എന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷൻ ആണ്, അല്ലെങ്കിൽ നമുക്കതിനെ പറയാം മെറ്റബോളിക് റിയാക്ഷൻസ് ആണ്. ഓക്കെ, ദേ ആർ മെറ്റബോളിക് റിയാക്ഷൻസ്. There are thousands of metabolic reactions occurring simultaneously inside all living organisms. എല്ലാ ലിവിങ് ഓർഗാനിസംസിൻ്റെ അകത്തും നമുക്കറിയാം സൈമൾട്ടേനിയസ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേരിയസ് തൗസൻഡ്സ് ഓഫ് മെറ്റബോളിക് റിയാക്ഷൻസ് നടക്കുന്നത്. ഇപ്പോൾ ഒരു ഹ്യൂമൻ ബോഡി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിക്കകത്ത് ഒരുപാട് മെറ്റബോളിക് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. സോ അതുപോലെ തന്നെയാണ് എല്ലാ ലിവിങ് ഓർഗാനിസംസിൻ്റെ കേസിലും. വെദർ ഇറ്റ് ഇസ് യൂണിസെല്ലാർ മൾട്ടിസെല്ലാർ, എല്ലാ ഓർഗാനിസംസിൻ്റെ ഇൻസൈഡും ഡിഫറെൻറ്റ് മെറ്റബോളിക് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഓൾ പ്ലാന്റ്സ്, ആനിമൽസ്, ഫംഗൈ ആൻഡ് മൈക്രോബ്സ് എക്സിബിറ്റ് മെറ്റബോളിസം. എല്ലാവരും കാണിക്കുന്ന ഒരു ഫീച്ചർ തന്നെയാണ് മെറ്റബോളിസം. ഇനി എന്താണ് മെറ്റബോളിസം ചോദിക്കുകയാണെങ്കിൽ ദ സം ടോട്ടൽ ഓഫ് ഓൾ ദ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കറിങ് ഇൻ അവർ ബോഡി ഈസ് നോൺ ആസ് മെറ്റബോളിസം. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷൻസിൻ്റെയും സം ടോട്ടലിനെ നമ്മൾ പറയുന്നതാണ് മെറ്റബോളിസം. നോ നോൺ ലിവിങ് ഒബ്ജക്റ്റ് എക്സിബിറ്റ്സ് മെറ്റബോളിസം. അപ്പോൾ ഒരു നോൺ ലിവിങ് ഒബ്ജക്റ്റും ഒരിക്കലും മെറ്റബോളിസം എന്ന ഫീച്ചർ കാണിക്കാറില്ല. മെറ്റബോളിക് റിയാക്ഷൻസ് ക്യാൻ ബി ഡെമോൺസ്ട്രേറ്റഡ് ഔട്ട്സൈഡ് ദ ബോഡി ഇൻ സെൽ ഫ്രീ സിസ്റ്റംസ്. ഓക്കെ, ഇനി ഈ മെറ്റബോളിക് റിയാക്ഷൻസ് നമുക്ക് ഔട്ട്സൈഡ് ദ ബോഡി സെൽ ഫ്രീ സിസ്റ്റത്തിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. An isolated metabolic reaction outside the body of an organism performed in a test tube is neither living nor non-living. ഔട്ട്സൈഡ് ദ ബോഡി നടക്കുന്ന ഐസൊലേറ്റഡ് ആയിട്ടുള്ള മെറ്റബോളിക് റിയാക്ഷൻസ് അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ നെയ്തർ ലിവിങ് നോർ നോൺ ലിവിങ്. അവരെ ലിവിങ് എന്നോ നോൺ ലിവിങ് എന്നോ നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള റിയാക്ഷൻസിനെ. Hence, while metabolism is a defining feature of all living organisms without exceptions. അപ്പം മെറ്റബോളിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിഫൈനിങ് ഫീച്ചർ ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസംസ്. എല്ലാ ലിവിങ് ഓർഗാനിസംസിൻ്റെയും ഒരു ഡിഫൈനിങ് ഫീച്ചറാണ് മെറ്റബോളിസം വിത്തൗട്ട് എനി എക്സെപ്ഷൻ. പക്ഷേ ഈ ഐസൊലേറ്റഡ് ആയിട്ടുള്ള മെറ്റബോളിക് റിയാക്ഷൻസ് അവർ ഇൻവിട്രോ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ദ ബോഡി, ദേ ആർ നോട്ട് ലിവിങ് തിങ്സ്. പക്ഷെ അവരെ നമുക്ക് അങ്ങനെയുള്ള അതായത് ഔട്ട്സൈഡ് ദ ബോഡി നടക്കുന്ന ഇൻവിട്രോ നടക്കുന്ന ഇങ്ങനെയുള്ള ഐസൊലേറ്റഡ് ആയിട്ടുള്ള മെറ്റബോളിക് റിയാക്ഷൻസിനെ ഒരിക്കലും നമുക്ക് ലിവിങ് തിങ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ദേ ആർ നോട്ട് കൺസിഡേർഡ് ആസ് ലിവിങ് തിങ്സ് ബട്ട് ഷ്യൂർലി ലിവിങ് റിയാക്ഷൻസ്. അവരെ നമ്മൾ പറയുന്നതാണ് ലിവിങ് റിയാക്ഷൻസ്. So they are actually living reactions ആണ്. Okay, so isolated ആയിട്ടുള്ള metabolic reactions which are occurring outside the body, they are living reactions, not living things. Yes, അപ്പോൾ അതാണ് മെറ്റബോളിസത്തെ കുറിച്ച് പറയാൻ. ഇനി ഹെൻസ് സെല്ലുലാർ ഓർഗനൈസേഷൻ ഓഫ് ദ ബോഡി ഇസ് എ ഡിഫൈനിങ് ഫീച്ചർ ഓഫ് ലൈഫ് ഫോംസ്. അപ്പം ലൈഫ് ഫോംസിൻ്റെ മറ്റൊരു ഡിഫൈനിങ് ഫീച്ചറാണ് നമ്മുടെ സെല്ലുലാർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം സെല്ലുകളുടെ ഓർഗനൈസേഷൻ. എന്താണ് സെല്ല്? സെല്ലെന്ന് പറയുന്നത് നമ്മുടെ സ്ട്രക്ചറൽ ആൻഡ് ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ലൈഫാണ്. സോ അത് എന്താ തന്നെയാണ് ആ ഒരു സെല്ലുലാർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഒരു ഡിഫൈനിങ് ഫീച്ചർ ഓഫ് ലൈഫ് ഫോംസ് തന്നെയാണ്. ഓക്കെ, അടുത്ത സെൻറ്റൻസ് വായിക്കാം. Perhaps the most obvious and technically complicated feature of all living organism is the ability to sense the surroundings or environment and respond to these environmental stimuli which could be physical, chemical or biological. മറ്റൊരു എന്താണ് ടെക്നിക്കലി വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ ലിവിങ് ഓർഗാനിസംസിനുള്ളൊരു എബിലിറ്റിയാണ് എന്ത്? ടു സെൻസ് ദ സറൗണ്ടിങ്സ്. നമ്മുടെ സറൗണ്ടിങ്സിനെ സെൻസ് ചെയ്യുക ഓർ എൻവയൺമെൻറ്റ് ആൻഡ് റെസ്പോണ്ട് ടു ദീസ് എൻവയൺമെൻറ്റൽ സ്റ്റിമുലൈ. എൻവയൺമെൻറ്റൽ സ്റ്റിമുലൈക്ക് റെസ്പോണ്ട് ചെയ്യാം. അത് ഇത് ഫിസിക്കലാകാം അല്ലെങ്കിൽ കെമിക്കലാകാം ബയോളജിക്കലായിട്ടുള്ള ഈ സ്റ്റിമുലൈയോട് റെസ്പോൺസ് ചെയ്യുക എന്ന് പറയുന്നതും അതും ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഒരു എബിലിറ്റിയാണ്. വി സെൻസ് അവർ എൻവയൺമെൻറ്റ് ത്രൂ അവർ സെൻസ് ഓർഗൻസ്. നമ്മുടെ സെൻസ് ഓർഗൻസിലൂടെയാണ് നമ്മൾ യൂഷ്വലി സെൻസ് ചെയ്യുന്നത്. എന്നാൽ പ്ലാന്റ്സിൻ്റെ കേസ് നോക്കുമ്പം പ്ലാന്റ്സ് റെസ്പോണ്ട് ടു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് ലൈറ്റ് ആകാം, അതുപോലെ വാട്ടർ, ടെമ്പറേച്ചർ, അല്ലെങ്കിൽ അതർ ഓർഗാനിസംസ് ആകാം, ഇനി പൊള്യൂട്ടൻസ് ആകാം, എക്സെട്ര. ഇതൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനോടൊക്കെ പ്ലാന്റ്സ് റെസ്പോണ്ട് ചെയ്യാറുണ്ട്.
all organisms from the prokaryotes to the most complex eukaryotes can sense and respond to environmental cues. അതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എല്ലാ ഓർഗാനിസംസിനും ഫ്രം prokaryotes to the most complex eukaryotes can sense and responds to environmental cues. അപ്പം ഏറ്റവും സ്മോളർ ആയിട്ടുള്ള പ്രൊകാരിയോട്സ് തൊട്ട് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള യൂക്കാരിയോട്സ് വരെ ഉള്ള എല്ലാ ഓർഗാനിസംസിനും സെൻസ് ചെയ്യാനും എൻവയൺമെൻറ്റൽ ക്യൂസിനോട് റെസ്പോണ്ട് ചെയ്യാനും പറ്റാറുണ്ട്. ഫോട്ടോ പീരീഡ് അഫക്ട്സ് റീപ്രൊഡക്ഷൻ ഇൻ സീസണൽ ബ്രീഡേഴ്സ്. അപ്പോൾ സീസണൽ ബ്രീഡേഴ്സിനെയൊക്കെ ഫോട്ടോ പീരീഡ് അഫക്റ്റ് ചെയ്യാറുണ്ട്. അതായത് ആ ഒരു ലൈറ്റിൻ്റെ ഡ്യൂറേഷനാണ്. ആ സമയങ്ങളിലൊക്കെ സീസണൽ ബ്രീഡേഴ്സിൻ്റെ റീപ്രൊഡക്ഷനെയൊക്കെ അത് അഫക്റ്റ് ചെയ്യാറുണ്ട്. അത് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിലും അങ്ങനെ തന്നെയാണ്. all organisms handle chemicals entering their bodies. അവരുടെ ബോഡീസിലേക്ക് എൻ്റർ ചെയ്യുന്ന കെമിക്കൽസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് എല്ലാ ഓർഗാനിസംസിനും പറ്റാറുണ്ട്. all organisms therefore are aware of their surroundings. അപ്പം എല്ലാ ഓർഗാനിസംസും അവരുടെ സറൗണ്ടിങ്സിനെ കുറിച്ച് അവെയർ ആണ്. but human being is the only organism who is aware of himself. അപ്പം സ്വന്തമായി ആ ഒരു സെൽഫ് അവെയർനെസ് ഉള്ള ഒരേ ഒരു ഓർഗാനിസം അത് ഹ്യൂമൻ ബീയിങ് ആണ്. അതിനെ പറയുന്നതാണ് സെൽഫ് കോൺഷ്യസ്നെസ്. സോ നമുക്ക് ഈ ഒരു സ്റ്റിമുലൈയോടുള്ള ഈ ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ഈ ഒരു ഓർഗാനിസംസിൻ്റെ ആ ഒരു ഫീസിനെ നമുക്ക് കോൺഷ്യസ്നെസ് എന്ന് പറയാം. പക്ഷെ ആ ഒരു സെൽഫ് അവെയർനെസ്സിനെ നമുക്ക് സെൽഫ് കോൺഷ്യസ്നെസ് എന്ന് പറയാം. സോ കോൺഷ്യസ്നെസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസംസ്. പക്ഷേ സെൽഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സിന് മാത്രമുള്ള ഒരു ഫീച്ചറാണ്. ഓക്കെ. So consciousness therefore becomes the defining property of living organisms. Living organismsന്റെ ഒരു defining property ആണ് consciousness എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോവാം. When it comes to human beings, it is all the more difficult to define the living state. അപ്പം ഹ്യൂമൻ ബീയിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ലിവിങ് സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യുക കുറച്ച് ഡിഫിക്കൽട്ടാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഒബ്സർവ് പേഷ്യൻസ് ലൈങ് ഇൻ കോമ ഇൻ ഹോസ്പിറ്റൽസ് അല്ലേ. ഹോസ്പിറ്റൽസിൽ നമുക്കറിയാം കോമ സ്റ്റേറ്റിലുള്ള പേഷ്യൻസ് ഉണ്ട്. സോ ദേ ആർ വിർച്വലി സപ്പോർട്ടഡ് ബൈ മെഷീൻസ് വിച്ച് റീപ്ലേസ് ഹാർട്ട് ആൻഡ് ലങ്സ്. ദ പേഷ്യൻ്റ് ഈസ് അതർവൈസ് ബ്രെയിൻ ഡെഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഹി ഓർ ഷീ ഹാസ് നോ സെൽഫ് കോൺഷ്യസ്നെസ്. കാര്യം ആ ഒരു സെൽഫ് അവെയർനെസ് അവർക്ക് ഉണ്ടാവില്ല. Are such patients who never come back to normal life, living or non-living. അങ്ങനെയുള്ള പേഷ്യൻസ്, അതായത് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാത്ത പേഷ്യൻസിന് നമുക്ക് ലിവിങ് എന്നോ നോൺ ലിവിങ് എന്നോ പറയാൻ പറ്റുമോ? രണ്ടും പറയാൻ പറ്റത്തില്ല ആക്ച്വലി. കാര്യം കോൺഷ്യസ്നെസ് ഉള്ളവരെ മാത്രമേ നമുക്ക് ലിവിങ് ഓർഗാനിസം അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ടേം ചെയ്യാൻ പറ്റൂ. സോ ലിവിങ് എന്നോ നെയ്തർ ലിവിങ് നോർ ലിവിങ് എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ആക്ച്വലി. In higher classes, you will come to know that all living phenomena are due to underlying interactions. ഇനി നമ്മൾ ആക്ച്വലി ഒരു നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. ഇറ്റ് ഈസ് അബൌട്ട് ഇൻ്ററാക്ഷൻസ്. സോ ഇൻ്ററാക്ഷൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഓൾ ലിവിങ് ഫിനോമിനയാണ്. അത് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈച്ച് ലെവൽ ഓഫ് ബയോളജിക്കൽ ഹൈറാർക്കി. അതിപ്പോൾ മോളിക്കുലാർ ലെവൽ തുടങ്ങി സെല്ലുലാർ ലെവൽ, പിന്നെ ടിഷ്യൂ ലെവൽ, ഓർഗൻ ലെവൽ, ഓർഗൻ സിസ്റ്റം ലെവൽ, പിന്നെ ഓർഗാനിസം, അങ്ങനെ ആ ഓരോ ലെവൽസിലും നടക്കുന്ന ടൈപ്പ് ഓഫ് ഫിനോമിനയാണ് ഈ ഒരു ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. So the properties of tissues are not present in the constituent cells but arise as a result of interactions among the constituent cells. അപ്പം ഒരു ടിഷ്യൂവിൻ്റെ പ്രോപ്പർട്ടി ഒരിക്കലും അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് സെൽസിൽ, അതായത് ഒരു ടിഷ്യൂവിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് സെൽസിൽ ഉണ്ടാവണം എന്നൊരു നിർബന്ധവുമില്ല. ഒരിക്കലും അങ്ങനെ ഉണ്ടാവത്തില്ല. പക്ഷേ they arise as a result of interactions among the constituent cell. ആ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് സെൽസിൽ ഉണ്ടാകുന്ന ഇൻ്ററാക്ഷൻസ് കാരണമാണ് ആ ഒരു ടിഷ്യൂ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ആ ടിഷ്യൂയുടെ എല്ലാ പ്രോപ്പർട്ടീസും ആ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് സെൽസിൽ ഉണ്ടാവത്തില്ല. അതാണ് ആക്ച്വലി ഒരു ഇൻട്രാക്ഷൻസിൻ്റെ ഒരു ബേസിക്സ് എന്ന് പറയുന്നത്. സിമിലർലി പ്രോപ്പർട്ടീസ് ഓഫ് സെല്ലുലാർ ഓർഗനൽസ്. ഇപ്പോൾ സെല്ലുലാർ ഓർഗനൽസിൻ്റെ കേസിലാണെങ്കിൽ ദേ ആർ നോട്ട് പ്രസൻറ്റ് ഇൻ ദ മോളിക്കുലാർ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ദ ഓർഗനൽ. ഓർഗനലിൻ്റെ മോളിക്കുലാർ കോൺസ്റ്റിറ്റ്യൂവൻസിൽ സെല്ലുലാർ ഓർഗനൽസിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് മോളിക്കുലാർ കോൺസ്റ്റിറ്റ്യൂവൻസിൽ ഉണ്ടാവണം എന്നില്ല. ബട്ട് അറൈസ് എസ് എ റിസൾട്ട് ഓഫ് ഇൻറ്ററാക്ഷൻസ് എമംഗ് ദ മോളിക്കുലാർ കോമ്പണൻസ് കംപ്രൈസിങ് ദ ഓർഗൻ. അപ്പം ഈ മോളിക്കുലാർ കോമ്പണൻസ് ചേർന്നാണ് നമ്മുടെ ഓർഗനൽ ഉണ്ടായിരിക്കുന്നതെങ്കിലും ആ സെല്ലുലാർ ഓർഗനൽസിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും നമ്മുടെ മോളിക്കുലാർ കോൺസ്റ്റിറ്റ്യൂവൻസിന് ഇല്ല. These interactions result in emergent properties at a higher level of organization. അപ്പം ഈ ഇൻറ്ററാക്ഷൻസ് എന്തിന് കാരണമാകുന്നു? ചില എമർജൻറ്റ് പ്രോപ്പർട്ടീസിന് കാരണമാകുന്നു അറ്റ് എ ഹയർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അതായത് മോളിക്കുലാർ ലെവലിൽ നിന്നും സെല്ലുലാർ ലെവലിലേക്ക് വരുമ്പോഴും സെല്ലുലാറിൽ നിന്നും ടിഷ്യൂ ലെവലിലേക്ക് വരുമ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രോപ്പർട്ടീസ് എമേർജ്ഡ് ആവുകയാണ്.
സോ അത് ഹയർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻസിൽ ഈ ഇൻ്ററാക്ഷൻസിൻ്റെ റിസൾട്ടായിട്ട് ഉണ്ടാകുന്നതാണ്. ദിസ് ഫിനോമിനൻ ഇസ് ട്രൂ ഇൻ ദ ഹൈറാർക്കി ഓഫ് ഓർഗനൈസേഷൻ ലെവൽസിൽ ഈ ഒരു ഫിനോമിനൻ എല്ലാ ലെവൽസിലും ട്രൂ ആണ്. Therefore we can say that living organisms are. അപ്പോൾ നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ് ഈ ഒരു ടോപ്പിക്കിൻ്റെ. എല്ലാ ലിവിങ് ഓർഗാനിസംസിനും നമ്മൾ ലാസ്റ്റ് ഒരു ഡെഫിനിഷനിലേക്ക് എത്തുകയാണ്. എന്താണ് ലിവിങ് എന്നൊരു ക്വസ്റ്റ്യനിലായിരുന്നല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് നമ്മൾ അവസാനം എത്തിയിരിക്കുകയാണ്. സോ എന്താണ് ലിവിങ്ങിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസംസിൻ്റെ ഡെഫിനിഷൻ? ലിവിങ് ഓർഗാനിസംസ് ആർ സെൽഫ് റെപ്ലിക്കേറ്റിംഗ്, ഇവോൾവിംഗ് and self-regulating interactive systems capable of responding to external stimuli. അപ്പോൾ എക്സ്റ്റേണൽ സ്റ്റിമുലൈയോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന ഇൻ്ററാക്റ്റീവ് സിസ്റ്റംസ് ആണ്. സെൽഫ് റെഗുലേറ്റിംഗ് ആയിരിക്കണം, അവർ ഇവോൾവിംഗ് ആയിരിക്കണം, സെൽഫ് റെപ്ലിക്കേറ്റിംഗ് ആയിരിക്കണം. ഈ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഓർഗാനിസംസ് ആണ് ആക്ച്വലി ലിവിങ് എന്ന് പറയുന്നത്. സോ അതാണ് ലിവിങ് ഓർഗാനിസംസിൻ്റെ ഒരു റൈറ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ അതാണ് ഈ ഒരു പോർഷൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഇനി പറയുന്നത് ബയോളജി ഇസ് ദ സ്റ്റോറി ഓഫ് ലൈഫ് ഓൺ എർത്ത്. എർത്തിലെ ജീവൻ്റെ ഒരു കഥയാണ് ബയോളജി എന്ന് പറയുന്നത്, അല്ലെ ജീവശാസ്ത്രം എന്ന് പറയുന്നത്. ബയോളജി ഇസ് ദ സ്റ്റോറി ഓഫ് എവല്യൂഷൻ ഓഫ് ലിവിങ് ഓർഗാനിസംസ് ഓൺ എർത്ത്. എർത്തിലുള്ള എല്ലാ ലിവിങ് ഓർഗാനിസംസിനെയും അവരുടെ ഒരു എവല്യൂഷൻ്റെ സ്റ്റോറിയാണ് യഥാർത്ഥത്തിൽ ബയോളജി. ഓൾ ലിവിങ് ഓർഗാനിസംസ് പ്രസൻ്റ് ആകാം, പാസ്റ്റ് ആകാം ആൻഡ് ഫ്യൂച്ചർ, ദേ ആർ ലിങ്ക്ഡ് ടു വൺ അനദർ. അതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം എല്ലാ ലിവിങ് ഓർഗാനിസംസും അത് പ്രസൻ്റ് ആകാം, പാസ്റ്റ് ആകാം, ഫ്യൂച്ചർ ആകാം, എല്ലാവരും ദേ ആർ ലിങ്ക്ഡ് ടു വൺ അനദർ ബൈ ഷെയറിങ് ഓഫ് ദ കോമൺ ജനറ്റിക് മെറ്റീരിയൽ ബട്ട് ടു വേരിയിങ് ഡിഗ്രീസ്. അപ്പോൾ എല്ലാവരുടെയും പെക്യൂലിയാരിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു കോമൺ ജനറ്റിക് മെറ്റീരിയലാണ്. നമ്മളെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാ ഓർഗാനിസംസും തമ്മിൽ ലിങ്ക് ചെയ്യിപ്പിക്കുന്ന ഫാക്ടറാണ് ജനറ്റിക് മെറ്റീരിയൽ. നമുക്ക് എല്ലാവർക്കും ഉള്ളത് കോമൺ ജനറ്റിക് മെറ്റീരിയൽ ആണ്. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്, വേരിയേഷൻസ് ഉണ്ട് അല്ലേ, ബട്ട് ടു വേരിയിങ് ഡിഗ്രീസ്. എക്സാക്ട്ലി സെയിം ജനറ്റിക് മെറ്റീരിയൽ എന്നല്ല, പക്ഷേ ആ ഒരു കോമൺ ജനറ്റിക് മെറ്റീരിയൽ ഇപ്പം നമ്മുടെ ഹ്യൂമൻ ബീങ്സിൻ്റെയും അല്ലെങ്കിൽ മറ്റ് ഓൾമോസ്റ്റ് എല്ലാ ഓർഗാനിസംസും നമുക്കറിയാം DNA ആണല്ലോ നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ. സോ ആ ഒരു കോമൺ ജനറ്റിക് മെറ്റീരിയൽ തന്നെയാണ് എല്ലാ ഓർഗാനിസംസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. സോ അതാണ് നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ടോപ്പിക് വാട്ട് ഈസ് ലിവിങ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ആക്ച്വലി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിവിങ് ഓർഗാനിസംസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. കുറേ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു, ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം, പിന്നെ എന്തൊക്കെയായിരുന്നു കോൺഷ്യസ്നെസ്, സെല്ലാർ ഓർഗനൈസേഷൻ തുടങ്ങിയതൊക്കെ പറഞ്ഞു. അതിൽ ഗ്രോത്തും റീപ്രൊഡക്ഷനും നമുക്ക് ഡിഫൈനിങ് ഫീച്ചേഴ്സ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ മെറ്റബോളിസവും അതുപോലെ കോൺഷ്യസ്നെസ്സും ഒക്കെ സെല്ലാർ ഓർഗനൈസേഷനും ഡിഫൈനിങ് ഫീച്ചേഴ്സ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ NCERTയിൽ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഈ ഒരു NCERT റീഡിംഗ് സെഷൻ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനിയും NCERT റീഡിങ്ങിൻ്റെ സെഷൻസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് എക്സ്പെക്റ്റ് ചെയ്യണം. So once again, thank you so much. This is Daffodil Learning and it's me Vijita Kuraka. Let's master NEET together. Bye bye.